മാർച്ച് 28-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് പബ്ലിക് പ്ലേസസിലുള്ള സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ് വന്നിട്ടുള്ളത്. ഇത് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള ചില അതിക്രമങ്ങൾക്കെതിരെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മുടെ പബ്ലിക് പ്ലേസുകളിൽ 2025-ലും പബ്ലിക് പ്ലേസുകളിൽ സ്ത്രീകൾ ഫീൽ അൺസേഫ് ആണ്, അതായത് അവർക്കൊരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഓഥർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അത് ട്രെയിനിൽ നിന്നും ഒരു റേപ്പ് അറ്റാക്ക് ഉണ്ടാവുകയും പെൺകുട്ടി ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട സാഹചര്യം ഉണ്ടായി. മറ്റൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമൺ അവർ ട്രെയിനിൽ നിന്നും റേപ്പ് അറ്റംപ്റ്റിനെതിരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ കുട്ടിയെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കുന്നതിനും. അപ്പോൾ ഈ ഒരു വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് പ്ലേസുകളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇന്നും വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓഥർ ഈ ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹറാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിൻ കമ്പാർട്ട്മെന്റുകളിലും ഗവൺമെന്റ് ബസ്സസുകളിലും വളരെ കോമൺ ആണ് എന്നുള്ളതാണ് എഡിറ്റോറിയലിൽ സൂചിപ്പിക്കുന്നതായിട്ടുള്ളത്. അതായത് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾ പ്രത്യേകിച്ചും അവർക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്പേസുകളിലേക്ക് മാത്രമാണ് പോകാൻ വേണ്ടി പറ്റുന്നത്. അൺസേഫ് ആണ് പബ്ലിക് ഏരിയാസ്. ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റുകൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്നും ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്ത്രീകൾ അവരുടെ ട്രാവൽ ടൈം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ട, നൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിൽ കൃത്യമായിട്ടുള്ള നോർമൽ കൂടുതൽ ആൾക്കാരില്ലാത്ത സമയങ്ങളിൽ ചെല്ലാൻ പറ്റുന്നില്ല, അതായത് ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിലേക്ക് തിരിച്ചെത്തണം. ഇത്തരത്തിലുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് സ്ത്രീകളുടെ മുകളിൽ വരുന്നതിന് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളിൽ സുപ്രീം കോടതിയും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് അലഹബാദ് ഹൈക്കോടതിയും ഒരു മൈനറിനെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റഡ് ടു റേപ്പായി കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് സുപ്രീം കോടതി ഇടപെടുകയും ആ ഒരു ഉത്തരവിനെ മരവിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജുഡീഷ്യറി ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ആയിക്കോട്ടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താം. പബ്ലിക് പ്ലേസുകളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് 24 മണിക്കൂറും സഞ്ചരിക്കാൻ പറ്റുന്ന പബ്ലിക് പ്ലേസുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി ഓർത്തു വെക്കുക. അത് അത്തരത്തിൽ മാത്രമാണ് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ നമ്മുടെ എക്കണോമിയിലേക്ക് ഉറപ്പുവരുത്താനും നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെയൊക്കെ മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യാനും രാജ്യത്തിന് പറ്റുകയുള്ളൂ എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത, റീസെൻ്റ് ആയിട്ടുള്ള യശ്വന്ത് വർമ്മ, ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടുള്ള യശ്വന്ത് വർമ്മയുടെ വീടിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള നോട്ടുകെട്ടുകളുടെ തുടർച്ചയായിട്ട് ജുഡീഷ്യറിയുടെ ആ ഒരു അപ്പോയിൻമെന്റ് പ്രോസസ്സിനെയും ജുഡീഷ്യറിയുടെ ഇന്റഗ്രിറ്റിയും ജുഡീഷ്യറിയുടെ അപ്പോയിൻമെന്റ് കൊളീജിയൻ സിസ്റ്റത്തെയൊക്കെ ചാലഞ്ച് ചെയ്യുകയാണ് നിലവിലെ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ ലെജിസ്ലേറ്റീവിന്റെ ഭാഗത്തുനിന്നായിട്ടുള്ള ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 2025 ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും 500 രൂപയുടെ കറൻസി നോട്ടുകൾ കെട്ടുകണക്കിനാണ് കിട്ടിയിട്ടുള്ളത്. ഇത് അദ്ദേഹം കറപ്റ്റഡ് ആണോ എന്നുള്ള ഒരു സംശയം ഉയർന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഇൻ ഹൗസ് എൻക്വയറി ആണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജസ്റ്റിസ് വർമ്മ അദ്ദേഹം ഈ ഒരു കാര്യത്തെ മുഴുവൻ ഡിനൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ മേലെ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 3 ജഡ്ജ് കമ്മിറ്റി ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എൻക്വയറി കമ്മിറ്റിയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വർമ്മയെ ജുഡീഷ്യൽ നടപടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ജുഡീഷ്യൽ അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ, കാരണം ഈ ഒരു ജസ്റ്റിസ് വർമ്മ എന്ന് പറയുന്നത് അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു വക്കീലായിരുന്നു. ഈ വക്കീലിൽ നിന്നാണ് അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജ് ആവുന്നത്. അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഡൽഹി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നേരത്തെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ബോഡിയെ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് വിരുദ്ധമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇതിനെ അൺകൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഇത്തരത്തിലുള്ള അപ്പോയിൻമെന്റ് പ്രോസസ്സുകളിൽ, അതായത് ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറപ്റ്റഡ് ആവാൻ സാധ്യതയുള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു കൊളീജിയൻ സിസ്റ്റത്തെ ചാലഞ്ച് ചെയ്യുകയും ഈ ഒരു ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റുകൾ NJAC പോലുള്ള ഒരു ബോഡി ഉണ്ടാവേണ്ട ആവശ്യകതയെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് വീണ്ടും ചർച്ചകൾ വരുന്നത്. ഈ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ റിസ്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്ന് കൂടി ഓർത്തു വെക്കുന്നതിന്. അപ്പോൾ ഓൾറെഡി മോദി ഗവൺമെന്റ് കൊളീജിയം റെക്കമെൻഡ് ചെയ്യുന്നതിനെ ഓൾറെഡി ഡിലേ ചെയ്യുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സിൽ ഒരുപാട് ഇന്റർഫിയറിങ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിനെ
കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ജുഡീഷ്യറിയുടെ ന്യൂട്രാലിറ്റി ഒക്കെ സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് ഈ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സാഹചര്യത്തെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി കരുതാൻ എന്നാണ് ഓദർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ നിലവിലുള്ള ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഓദറിന്റെ അഭിപ്രായത്തിലും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി ഇല്ല, നെപ്പോട്ടിസം ഉണ്ട്, ഇംപ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയർ ആണ്. അതുപോലെ തന്നെ വളരെ ബിസി ഷെഡ്യൂൾസിന്റെ ഇടയിലാണ് ജഡ്ജസ് വന്ന് ഇരുന്ന് ചർച്ചകൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് പകരം കൃത്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫുൾ ടൈം ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനെ അത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ, NJAC അല്ല, NJAC എന്ന എക്സിക്യൂട്ടീവിന്റെ ഒക്കെ നിയന്ത്രണത്തിലുള്ളതാണ്. അത്തരത്തിലുള്ള അല്ലാതെ ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഫുൾ ടൈം ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനെ നിയമിക്കുക എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. ഇത്തരത്തിൽ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഫെയർ പ്രോസസ്സുകൾ വഴി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും നിലവിലുള്ള കൊളീജിയൻ സിസ്റ്റം കുറച്ച് ഡിലേസും ഫേവറിറ്റിസും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണെന്ന് ഓദർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അതേപോലെ തന്നെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കറപ്ഷൻ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെയും അഡ്രസ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കറപ്ഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രം എഫക്റ്റീവ്, ജുഡീഷ്യറിയിൽ ജഡ്ജ് എന്ന നിലയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് മാത്രം എഫക്റ്റീവ് അല്ല, പ്രത്യേകിച്ചും പാർലമെന്റിലൂടെ കടന്നുപോയിട്ട് അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള കംപ്ലൈന്റുകൾ എടുത്ത് നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ജുഡീഷ്യൽ കംപ്ലയിൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കാനും അതിൽ അന്വേഷണം നടത്താനുമുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡി, അതായത് ജുഡീഷ്യറിയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു കമ്മീഷനെ ജഡ്ജസിനെ ട്രയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കറപ്ഷനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും എന്നും ഓദർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യയും US തമ്മിലുള്ള ഡിഫൻസ് ടൈസുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ US കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. US നിന്ന് കൂടുതൽ ഡിഫൻസ് പർച്ചേസുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു പുതിയ മാറ്റങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നതാണ് ഓദർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ PSUs എല്ലാം തന്നെ, ഡിഫൻസ് PSUs എല്ലാം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് വെഹിക്കിൾസും ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് US പോലുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പോണന്റുകളെയാണെന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ രാജ്യത്ത് ആത്മനിർഭർ ഭാരത് പോലുള്ള ക്യാമ്പയിനുകളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിലൊക്കെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ള രീതിയിലെ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് ഈ ഒരു എയർക്രാഫ്റ്റുകളൊക്കെ നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് പ്രൊഡക്ഷൻ റേറ്റ് വളരെ കുറവാണ്. ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിർമ്മിക്കാൻ പറ്റുന്ന വിമാനങ്ങളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളത് ഒരു വലിയ കൺസേൺ തന്നെയാണ് എന്ന് കൂടി ഓർത്തിക്കുന്നത്. റീസെന്റ് ആയിട്ട് തേജസ് MK1 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി IAF ശ്രമിക്കുന്നുണ്ട്. അതുവഴി പ്രൈവറ്റ് മാനുഫാക്ചേഴ്സിന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് ഉൾപ്പെടുത്തി കോമ്പോണന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷൻ റേറ്റ് വർദ്ധിപ്പിക്കാൻ IAF ശ്രമിക്കുന്നുണ്ട് എന്ന് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസ് പർച്ചേസുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015-19 കാലഘട്ടത്തിനിടയിൽ ഏകദേശം 9.3% ഒരു കുറവ് ആയുധ ഇമ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ രാജ്യം സ്റ്റിൽ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഹൈ കോസ്റ്റ് ആണ് മിലിറ്ററി സിസ്റ്റത്തിൽ, ഫൈറ്റർ ജെറ്റുകൾ ആയിക്കോട്ടെ, ടാങ്കുകൾ ആയിക്കോട്ടെ, സ്പെഷ്യലായിട്ടുള്ള ആർമമെന്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഹൈ പ്രൈസിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് ഇമ്പോർട്ട് ബില്ലിലേക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കാം. ഇൻഡിജീനിയസ് ആയിട്ട് ആഭ്യന്തരമായിട്ട് എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കാനും മറ്റുള്ള ശ്രമം, ഉദാഹരണത്തിന് തേജസ് MK1, MK2, AMCA തുടങ്ങിയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം അമേരിക്കൻ എഞ്ചിൻസിനെയും മറ്റുമൊക്കെ അല്ലെങ്കിൽ ഹെവിലി ഡിപ്പെൻഡഡ് ഓൺ ഇമ്പോർട്ടഡ് എഞ്ചിൻസും മറ്റുമൊക്കെയാണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇന്ത്യയും US ഡിഫൻസിൽ പാർട്ട്ണർഷിപ്പിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പിൽ കുറച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള പോളിസികളാണ് കുറച്ച് കാലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇതുവരെ നമ്മൾ എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഓർത്തു. അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഡിഫൻസ് ഇൻട്രസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഇന്ത്യ US കൂടുതൽ ഡിപ്പെൻഡഡ് ആവുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കൺസേൺ തന്നെയാണ്. കാരണം US കൂടുതൽ ഡിപ്പെൻഡഡ് ആവുമ്പോൾ US അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് മേലെ ചുമത്താൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് ക്യാപ്പബിലിറ്റീസിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു അവസരം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ
യു എസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് എൻഷുർ ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കയ്യിൽ തന്നെയുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ഇന്ത്യ യു എസ് ആംസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും. അതേപോലെ തന്നെ മ്യൂച്വൽ പൊളിറ്റിക്കൽ ഇൻഡിസ്പെൻസിബിലിറ്റി ഉറപ്പുവരുത്തേണ്ടത്. രണ്ട് രാജ്യങ്ങളും പരസ്പരം പൊളിറ്റിക്സിൽ ഇടപെടാത്ത സാഹചര്യം വേണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ, യു എസ്, റഷ്യ, ഇസ്രായേൽ മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ റിലേഷൻഷിപ്പിനെ കൃത്യമായിട്ട് അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ എക്സ്റ്റേണൽ പവേഴ്സിനെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചും ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഫോറിൻ പോളിസിയിലും മറ്റുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് അത് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന് ഡിഫൻസിൽ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അടുത്തൊരു വാർത്ത ഫ്രീ മൂവ്മെന്റ് റെജീമുമായി ബന്ധപ്പെട്ട്. ഓൾറെഡി ഫ്രീ മൂവ്മെന്റ് റെജീമുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, മൾട്ടിപ്പിൾ ടൈംസ് വാർത്തയിൽ വരുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഫ്രീ മൂവ്മെന്റ് റെജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1968 നമ്മുടെ ഇന്ത്യ മ്യാൻമാർ ബോർഡർ, ഇതാണ് മ്യാൻമാർ, ഇത് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ മ്യാൻമാർ മോഡൽ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ബോർഡർ ഏരിയാസ് ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള ബോർഡർ നമ്മളിങ്ങനെ വരച്ചുവെങ്കിലും ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ ഒരേ ഫാമിലിയിലുള്ള ആൾക്കാർ, ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെയാണ്. സോ അവർ പരസ്പരം ബന്ധുക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് മ്യാൻമാറിലേക്കും മ്യാൻമാറിൽ നിന്ന് ഇന്ത്യയിലേക്കും പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മ്യാൻമാർ ബോർഡറിൽ 1968 ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന 40 കിലോമീറ്റർ റേഡിയസ്, അതായത് ഇതിന്റെ 40 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിസയും മറ്റു ഡോക്യുമെന്റേഷൻ ഒന്നുമില്ല, കാരണം ബന്ധുക്കളെ കാണാനും കല്യാണത്തിനും ഒക്കെ ആയിട്ട്. പിന്നീട് ഇത് 16 കിലോമീറ്റർ ആയിട്ട് 2004 റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഫ്രീ മൂവ്മെന്റ് റെജീം അനുവദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ സെയിം ഫാമിലിയിലുള്ള ആൾക്കാർ രണ്ട് രാജ്യത്തായിട്ട് താമസിക്കുന്നുണ്ട്, എത്തിനിക് ആയിട്ടുള്ള ടൈസിനൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഫെബ്രുവരി 2024 യൂണിയൻ ഹോം മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടായിരുന്നു ഈ ഒരു ഫ്രീ മൂവ്മെന്റ് റെജീം ഇന്ത്യ നിർത്താൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ചും മണിപ്പൂരിൽ എത്നിക് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ബോർഡർ മൂവ്മെന്റ്, ഈ ഒരു സമയത്ത് ബോർഡറിന് ഒക്കെ മ്യാൻമാറിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു എന്നുള്ള കൺസേൺ ഒക്കെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ബിലീവ് എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രീ മൂവ്മെന്റ് റെജീം ഒഴിവാക്കുന്നത് വഴി ഈ ക്രോസ് ബോർഡർ ക്രൈംസിനൊക്കെ, ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട ക്രൈംസിനൊക്കെ പരമാവധി കുഴക്കമുണ്ട്. പ്രത്യേകിച്ചും സ്മഗ്ലിംഗ്, മൈഗ്രേഷൻ, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫോമർ മണിപ്പൂർ CM-ഉം ഈ ഒരു എത്നിക് വയലൻസിൽ ഇത്തരത്തിലുള്ള മ്യാൻമാറിൽ നിന്നൊക്കെയുള്ള ഇൻഫിൽട്രേറ്റേഴ്സിനെ, കടന്നു കയറി വന്ന ആൾക്കാരുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തുവെക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു ബോർഡറുകളിൽ കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സസിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും ഫെൻസിങ്, അതായത് കമ്പിവേലികൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കബിലിറ്റി, അത് എത്രമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കും എന്നുള്ളത് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എക്സ്പേർട്സ് പറയുന്നുണ്ട്. ഇതാണ് കമ്പിവേലികൾ അല്ലെങ്കിൽ ഫെൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഫെൻസിങ് എന്ന് പറയുന്നത് ഇംപ്രാക്ടിക്കൽ ആണ്, ബിക്കോസ് ഇവിടുത്തെ ടെറൈൻ വളരെ ഡിഫിക്കൽട്ട് ആണ്, കമ്മ്യൂണിറ്റി റെസിസ്റ്റ് ചെയ്യും. അതുപോലെ വളരെയധികം ലോങ് ആയിട്ടുള്ള ബോർഡർ ആണുള്ളത്, വലിയ കോസ്റ്റ് ഇന്റൻസീവ് ആണ്. അതുപോലെ ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ഈ ബോർഡറിലുള്ള ആൾക്കാർ, നിലവിലുള്ള കൾച്ചറൽ ടൈസ് ഇന്നുണ്ട്, അവർക്ക് ഈ ഒരു ഫെൻസിങ് കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഫെൻസിങ് പണിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ വലിയ ഡിമാൻഡ് റേസ് ചെയ്യും. ഈവൻ അവിടെ റീജിയണലിസം ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർ ഗ്രേറ്റർ ഓട്ടോണമിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിട്ടുള്ള ഹോംലാൻഡിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉയർത്താം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഫെൻസിങ് സ്ഥാപിക്കാൻ പോയിട്ട് അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു റീജിയണൽ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് തന്നെ നയിക്കപ്പെടും എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഈ ഒരു മേഖലയിൽ ഫെൻസിങ്ങിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മോണിറ്ററിംഗ് നടത്തുക, കൃത്യമായിട്ടുള്ള റെഗുലേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള ട്രേഡും സ്മഗ്ലിംഗും ഒന്നും നടത്തില്ല ഉറപ്പുവരുത്തുക, കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് നടത്തുക എന്നുള്ളതാണ്. അതുപോലെ ക്രോസ് ബോർഡർ ട്രേഡിനെ ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെക്യൂരിറ്റി അതുപോലെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഉള്ള ട്രേഡുകളെ അനുവദിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഓവർസൈറ്റോട് കൂടിയിട്ട്. കൂടാതെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യുക, ഈ ഒരു പ്രദേശത്തെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ സഹായം കൂടി തേടുക എന്നുള്ളതാണ്. അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ലോക്കൽ കമ്മ്യൂണിറ്റി ഗവൺമെന്റിന്റെ കൂടെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ ഒരു പ്രദേശത്തിന്റെ സ്റ്റെബിലിറ്റിയും കീപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തത് തമിഴ്നാട്ടിൽ നമുക്കറിയാം തേർഡ് ലാംഗ്വേജ് പോളിസിയുമായി ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ തേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആശയം തന്നെ ഒരു ഫ്ലോഡ് കൺസെപ്റ്റ് ആണ്
എന്നുള്ളതാണ് ഇവിടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ തേർഡ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഭാഷയുമായി ബന്ധപ്പെട്ട കൺസേൺസ് എന്ന് പറയാം. ഇന്ത്യയുടെ സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ലിറ്ററസി, അതായത് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനുള്ള അറിവ് പകരാൻ തന്നെ വളരെയധികം ചാലഞ്ചസ് നേടുന്ന ഒരു സ്കൂൾ സിസ്റ്റമാണ് നമ്മുടേത്. നാഷണൽ അച്ചീവ്മെന്റ് സർവേയിലും അതുപോലെ പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അസസ്മെന്റിലും സർവേയിലും ഒക്കെ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ വളരെ പുവർ ആണ് റീഡിങ്ങിലും റൈറ്റിങ്ങിലും ഗ്രാമറിലും ഒക്കെ എന്ന് പ്രത്യേകിച്ചും റൂറൽ മേഖലയിൽ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതേപോലെ NIS നാഷണൽ അസസ്മെന്റ് സർവേയുടെ ആനുവൽ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിലും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും സ്റ്റുഡൻസിനും റീഡിങ്ങും റൈറ്റിങ്ങും അറിയില്ല, ഈവൻ റീജിയണൽ ലാംഗ്വേജിലും ഹിന്ദിയിലും അറിയില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ തേർഡ് ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസി സംബന്ധിച്ചുള്ള ഡാറ്റയും ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നതോടുകൂടി തേർഡ് ലാംഗ്വേജ് കൊണ്ടുവരുന്നത് വലിയൊരു മാറ്റത്തിന് കാരണമാകും എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ കാണിക്കുന്നത് വെച്ചാൽ സ്റ്റുഡൻസ് നിലവിൽ തന്നെ ഓവർ ബേർഡൻഡ് ആണ്, ഓവർവെൽംഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂന്നാമതൊരു ഭാഷ കൂടി പഠിക്കുക എന്ന് പറയുന്നത് അത് സ്റ്റുഡൻസിനെ കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിലേക്കും അത് കുട്ടികൾക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഓവർലോഡ്, ബുദ്ധിപരമായിട്ടുള്ള ഓവർലോഡ് ഉണ്ടാക്കും. അത് ലേണിംഗ് എഫിഷ്യൻസിയെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് റിസർച്ച് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഭാഷകൾ ഒരേ സമയം പഠിക്കുന്നത് ഗ്രാമറും വാക്വബുലറിയും വാക്കുകളും ഒക്കെ മിക്സപ്പ് ചെയ്യുന്നതിന് വേണ്ടി കാരണമാവും. അപ്പോൾ ഒരു ലാംഗ്വേജ് മറ്റൊന്നിന് മേലെ ഡൊമിനേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കും ഒക്കെ പോകും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ട്രൈലിംഗ്വൽ 3 ഭാഷ പഠിക്കുക എന്നുള്ള ഒരു പോളിസിയാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇത് ലാംഗ്വേജ് സിമിലാരിറ്റീസും ഡിഫറൻസും ഒക്കെ ഒന്നും അക്കൗണ്ട് ചെയ്യാതെ ഒരേപോലുള്ള ഭാഷകളായാലും പഠിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത് സ്റ്റുഡൻസിനെ തേർഡ് ലാംഗ്വേജ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ചാലഞ്ചസിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു തേർഡ് ലാംഗ്വേജ് പബ്ലിക് സ്കൂളുകളിൽ പഠിപ്പിക്കണം എന്നുള്ള നിർബന്ധം ആവശ്യമില്ല എന്നുള്ളതാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്, പുതിയ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം. ഇതെല്ലാം തന്നെ റൂറൽ മേഖലയിൽ ചാലഞ്ചിങ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആയിട്ട് മാത്രം വെക്കുക, ഫ്ലെക്സിബിൾ ആക്കി മാറ്റുക, ഒരിക്കലും അത് നിർബന്ധമാക്കരുത് എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലേക്കും നമുക്ക് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഭാഷ പഠിക്കുക എന്നുള്ളത് വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല വരും തലമുറയ്ക്ക് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന രീതിയിൽ എന്തായാലും പഠിച്ചിരിക്കണം, റീജിയണൽ ലാംഗ്വേജും എന്തായാലും പഠിച്ചിരിക്കണം. മൂന്നാമത്തെ ഭാഷ നിർബന്ധിതമാക്കുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നാണ് ഓഥർ പറഞ്ഞത്. ഉദാഹരണത്തിന് സിംഗപ്പൂരിലൊക്കെ ഒരു ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. അവരുടെ ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ്, മദർ ടങ് ആയിട്ടുള്ള അവരുടെ ഭാഷ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് സോഷ്യൽ കൊഹഷനും എക്കണോമിക് സക്സസിനും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ സിംഗപ്പൂരിന്റെ മോഡൽ ഒരു പ്രാക്ടിക്കൽ ലാംഗ്വേജ് പോളിസി ഹൈലൈറ്റ് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തും എക്കണോമിക് ഗ്രോത്ത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ റാദർ ദാൻ ഈ ഒരു ട്രൈലിംഗ്വൽ പോളിസിയേക്കാൾ എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഹിന്ദിയെ ഒഴിവാക്കുക എന്നുള്ളതാണ് ട്രൈലിംഗ്വൽ എന്നതുകൊണ്ട് ഇവിടെ അൾട്ടിമേറ്റ്ലി മീൻ ചെയ്യുക. കാരണം മൂന്നാമത്തെ ഭാഷ കേരളത്തിലാകുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയാണ് മൂന്നാമത്തെ ഭാഷ, ഹിന്ദിയെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഹിന്ദി ഒരു നാഷണൽ ലിംഗ്വ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. വെറും 25% ആൾക്കാർ മാത്രമാണ് ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്നതായിട്ടുള്ളത്, അവരുടെ പ്രൈമറി ലാംഗ്വേജ് ആയിട്ടുള്ളത്. അപ്പോൾ മറ്റ് റീജിയൻസിലുള്ള 75% മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർക്കൊന്നും ഹിന്ദി പഠിക്കാൻ അത്ര താല്പര്യമൊന്നുമില്ല. അപ്പോൾ സിംഗിൾ ലാംഗ്വേജ് എന്ന രീതിയിൽ രാജ്യത്തിന് ഒരു ഭാഷ എന്ന രീതിയിൽ ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ മോഡൽ ആണെന്നും അത് അവർ തന്നെ ഉപേക്ഷിച്ചതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു 3 ലാംഗ്വേജ് പോളിസി ഇമ്പോസ് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഐഡിയോളജിക്കൽ ആയിട്ടുള്ള പ്രിഫറൻസിനെ ഉപേക്ഷിച്ച് അത് ഹിന്ദിയെ ഒരു നാഷണൽ ലാംഗ്വേജ് ആക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ നാഷണൽ ലാംഗ്വേജ് ആക്കി കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിൽ നിന്ന് മാറിയിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റീസണിങ്ങിലേക്ക് പോകേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ പല റീജിയൻസും തമിഴ്നാടുകളിലും മറ്റുമൊക്കെ 2 ലാംഗ്വേജ് പോളിസി വളരെ സക്സസ്ഫുൾ ആണ്. അവരെ ആ മോഡൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സമ്മതിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് തടഞ്ഞു വെക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ കുറച്ചുകൂടി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് എടുക്കണം. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഉറപ്പുവരുത്താൻ എന്ന രീതിയിൽ ഗ്ലോബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് എന്ന രീതിയിൽ മാൻഡേറ്ററി ആക്കുക, മറ്റൊരു ഭാഷ അവരുടെ റീജിയണൽ ലാംഗ്വേജോ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ പാർലമെന്റിൽ ക്വസ്റ്റ്യൻ അവറിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ അവർ, എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യം എന്നാണ് നമുക്ക് നോക്കാൻ വേണ്ടി
പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അവറിൽ ലോകസഭയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടും ഡീപ് ഫേക്കുമായി ബന്ധപ്പെട്ടും സ്റ്റോക്ക് മാർക്കറ്റ് വോൾട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ അവറിൽ ഉയർന്നു വന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ അവർ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ അവർ എന്ന് പറഞ്ഞാൽ ഓരോ പാർലമെന്ററി സിറ്റിങ്ങിനെ, ഓരോ ദിവസവും പാർലമെന്റ് തുടങ്ങുമ്പോൾ ആദ്യത്തെ മണിക്കൂറിനെയാണ് ക്വസ്റ്റ്യൻ അവർ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. 2014 ക്വസ്റ്റ്യൻ അവർ രാജ്യസഭയിൽ 11 മണി മുതൽ 12 മണിയിലേക്ക് രാവിലെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മണിക്കൂറിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എംപിമാർക്ക് മന്ത്രിമാരോടും മറ്റുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചോദ്യങ്ങൾ പ്രൈവറ്റ് മെമ്പേഴ്സിനോട്, എംപിമാരോടും, അതായത് ഒരു എംപിക്ക് മറ്റൊരു എംപിയോടും ചോദ്യങ്ങൾ ചോദിക്കാം. മിനിസ്റ്റേഴ്സിനോട് മാത്രമല്ല എംപിമാരോടും ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് കൂടി ഓർത്ത് വെക്കണതാണ്. അപ്പോൾ ഇവിടെ പാർലമെന്ററി റൂൾസ് ഉണ്ട്, ബിസിനസിന്റെ റൂൾസ് ഉണ്ട്, അതനുസരിച്ചാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യത്തെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഹൗസസിന്റെ ചെയർമാന് തീരുമാനിക്കും. രാജ്യസഭാ ചെയർമാന് അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർക്ക് തീരുമാനിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ അവർ കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഒന്ന് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഇതിന്റെ മേലെ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ഇതിന് ഓറൽ ആൻസർ പറഞ്ഞാൽ മതി, അതായത് ഉത്തരം എഴുതി കൊടുക്കണമെന്നില്ല, വെർബലി പറഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റും. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റിട്ടൺ ആൻസർ ആണ്, എഴുതിയ ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മറുപടി എഴുതിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതിന്റെ മേലെ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. മൂന്നാമത്തെയാണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കുറഞ്ഞ ഒരു 10 ദിവസത്തിന് മുന്നേ നോട്ടീസ് നൽകിക്കൊണ്ട് ചോദിക്കുന്നതാണ്. ഇതും ഓറലി ആണ് ആൻസർ ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ അവേഴ്സ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടത്. 2 ദിവസം എക്സെപ്ഷൻ ഉണ്ട്. അതായത് 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രസിഡന്റ് എംപിമാരെ ഓരോ വർഷത്തെയും ബഡ്ജറ്റ് സെഷനിൽ, ആ ഒരു വർഷത്തെ ആദ്യത്തെ സെഷനിൽ എംപിമാരെ പ്രസിഡന്റ് അഡ്രസ് ചെയ്യും. ബഡ്ജറ്റ് സെഷൻ സ്റ്റേറ്റിലാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ അവിടുത്തെ ഗവർണർ അഡ്രസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സെഷൻ ആ ഒരു ദിവസം ക്വസ്റ്റ്യൻ അവർ ഉണ്ടാവില്ല. പ്രസിഡന്റിന്റെ സ്പീച്ച് ആണ് ഫസ്റ്റ് ആയിട്ട് എടുക്കുക. ഓരോ വർഷവും പാർലമെന്റ് ചേരുമ്പോൾ ആദ്യത്തെ സെഷനിലാണ് ഇത് എടുക്കുക. അപ്പോൾ സാധാരണ ബഡ്ജറ്റ് സെഷൻ ആണ് ഫസ്റ്റ് സെഷൻ ഉണ്ടാവുക. ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. സോ ആ സെഷൻ തുടങ്ങുമ്പോഴാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫിനാൻസ് മിനിസ്റ്റർ ആണ് പ്രസന്റ് ചെയ്യുന്നത്. ആ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന ദിവസവും ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ഉണ്ടാവില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, നാഗ് ആന്റി ടാങ്ക് മിസൈൽ സിസ്റ്റം നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി അക്വയർ ചെയ്യാൻ വേണ്ടി പോകുന്നു 2500 കോടി രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഡിഫൻസ് സിസ്റ്റം, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. ഡിഫൻസ് മിനിസ്ട്രി ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് 2500 കോടിയുടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ 1800 കോടിയും നാഗ് ആന്റി ടാങ്ക് മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഓർത്തുക. അതിന് കൂടാതെ ഫോഴ്സ് മോട്ടോഴ്സിനും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്കും 5000 ലൈറ്റ് വെഹിക്കിൾസ് ആർമഡ് ഫോഴ്സിന് വേണ്ടി പർച്ചേസ് ചെയ്തതിന് വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുക. അപ്പോൾ എന്താണ് നാഗ് ആന്റി ടാങ്ക് മിസൈൽ സിസ്റ്റം എന്നുള്ളത്? നാഗ് ആന്റി ടാങ്ക് മിസൈൽ സിസ്റ്റം ആണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റം ആണ്. അതായത് ടാങ്കുകൾക്കെതിരെ, അതായത് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ടാങ്കുകൾക്കെതിരെയുള്ള വെപ്പൺസ് ആണ് ആന്റി ടാങ്ക് വെപ്പൺ സിസ്റ്റം ആണെന്ന് ഓർത്ത് വെക്കുക. ഇത് ഫയർ ആൻഡ് ഫോഗറ്റ് മിസൈൽ ആണ്. ജസ്റ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൺട്രോൾ ഒന്നുമില്ല, ജസ്റ്റ് ഫോഗറ്റ് ഇറ്റ്. ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് ഫയർ പവറും അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത്തും ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസിനെ മാറ്റിയിട്ട് കുറച്ചുകൂടി സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എനിമിക്ക് എഗെയിൻസ്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർമിയെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഗ്ലോബൽ എനർജി റിവ്യൂ 2024 റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് ആരാണ് പബ്ലിഷ് ചെയ്ത് നോക്കുക? ഗ്ലോബൽ എനർജി റിവ്യൂ 2024 പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്റർനാഷണൽ എനർജി ഏജൻസി ആണ്. ലോകത്തിന്റെ എനർജി ഡിമാൻഡ്, സപ്ലൈ, ടെക്നോളജി, CO2 എമിഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പോൾ ലോകത്തിന്റെ ഗ്ലോബൽ എനർജി ഡിമാൻഡ് എന്ന് പറയുന്നത് 2.2% വെച്ചാണ് ഗ്രോ ചെയ്യുന്നതായിട്ടുള്ളത്. ഇതിൽ എമേർജിംഗ് എക്കണോമീസ് ആണ് ഈ ഒരു ഗ്രോത്തിന്റെ 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുന്നതാണ്. ലോകത്ത് മൊത്തം എനർജി പ്രൊഡക്ഷന്റെ 38% റിന്യൂവബിൾ എനർജി വരുന്നതായിട്ടുള്ളത്. ഏകദേശം 700 ഗിഗാവാട്ട് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ചൈനയാണ് 340 ഗിഗാവാട്ട് സോളാറും 80 ഗിഗാവാട്ട് വിൻഡും ആഡ് ചെയ്തിട്ടുള്ളത് ഓർത്ത് വെക്കാം. മൊത്തം 700 ഗിഗാവാട്ട് ആഡ് ചെയ്തതിൽ, അതായത് 420 ഗിഗാവാട്ട് ചൈനയുടെ ഭാഗത്താണ്. ഇന്ത്യ 30 ഗിഗാവാട്ട് ആണ് ആഡ് ചെയ്തിട്ടുള്ളതും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അതേസമയത്ത് നാച്ചുറൽ ഗ്യാസിന്, പ്രകൃതി വാതകത്തിന്റെ ഡിമാൻഡ് 2.7% വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ചൈന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വർദ്ധിച്ചിട്ടുള്ളത്. ഇനി കൽക്കരിയുടെ ഡിമാൻഡ് നോക്കി കഴിഞ്ഞാൽ ഗ്ലോബലി 1% വർധനമാണ് കാണുന്നതായിട്ടുള്ളത്. ചൈന അവരുടെ ഇലക്ട്രിസിറ്റിയുടെ 60% കോളിൽ നിന്നാണ്, കൽക്കരിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യ ആവട്ടെ 75% കൽക്കരിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവരൊക്കെയാണ് കോളിന്റെ പ്രധാനപ്പെട്ട കൺസ്യൂമർ ആയിട്ടുള്ളത്. അപ്പോൾ കോളിന്റെ
കൽക്കരിയിൽ നിന്നുള്ള ഗ്ലോബൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 35% കുറവാണ് 1974 ഉണ്ടായിട്ടുള്ളതെന്ന് ഓർത്തുക. ഇനി ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡ്, പെട്രോളിയത്തിന്റെ ഡിമാൻഡ് നോക്കി കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് 0.8% മാത്രമേ ഉള്ളൂ. പെട്രോ കെമിക്കൽ സെക്ടർ, പ്രത്യേകിച്ചും ഈ ഇലക്ട്രിക് വെഹിക്കിൾസും LNG ട്രക്കുകളും ഹൈ സ്പീഡ് റെയിലും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഓയിലിന്റെ കൺസംഷൻ കുറയുന്നതിന് കാരണമായിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യൻ ഓഷ്യൻ റിം ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് IORA, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇന്ത്യ അതിന്റെ ചെയർമാൻഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഇന്ത്യ നിലവിൽ വൈസ് ചെയർ ആണ് IORAയുടെ, ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷന്റെ. ഇതിന്റെ ചെയർമാൻ സ്ഥാനം നവംബർ 2025 ഇന്ത്യ ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ത്യ IORAയുടെ ഗവേണൻസിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിന്റെ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഡാറ്റ മാനേജ്മെന്റും ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ മാരിടൈം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാനും വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. അപ്പോൾ എന്താണ് IORA എന്ന് പറഞ്ഞാൽ? IORA എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. ഇന്ത്യൻ ഓഷ്യൻ തീരത്തുള്ള കുറച്ച് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണെന്ന് പറയാൻ പറ്റും. ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇതിൽ എക്കണോമിക് കോപ്പറേഷൻ ആണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. മറ്റൊന്നാണ് റീജിയണൽ ഇന്റഗ്രേഷൻ. ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളാണ് പ്രധാനമായിട്ട്. 1997 മാർച്ച് 7 രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഓഷ്യൻ റിം ഇനീഷ്യേറ്റീവ് എന്നായിരുന്നു അന്നത്തെ പേര്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള നെൽസൺ മണ്ടേലയാണ് 1995 ഈ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ 23 മെമ്പേഴ്സ് ഉണ്ട്, 10 ഡയലോഗ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഓഷ്യാനിയ എന്ന ഭാഗത്തു നിന്നുമാണ് എന്ന് ഓർത്തു വെക്കണം. 23 മെമ്പർ സ്റ്റേറ്റ്സിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയെ കാണാൻ പറ്റും. ഓസ്ട്രേലിയ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, കൊമറോസ് ഉണ്ട്. ഓർത്ത് വെക്കേണ്ട കാര്യം, ഇവിടെ വേറൊരാളുണ്ട്, ഫ്രാൻസ് ഉണ്ട്. ഈ ഫ്രാൻസ് ഇന്ത്യൻ ഓഷ്യൻ തീരത്തുള്ളതല്ല എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്, അത് അങ്ങ് മെഡിറ്ററേനിയൻ തീരത്തുള്ളതാണ്. അപ്പൊ ഈ ഒരു പേര് ഒന്ന് ഓർത്ത് വെക്കാം. ഫ്രാൻസ് IORAയുടെ മെമ്പർ ആണെന്ന് ഓർത്ത് വെക്കാം. ഇന്ത്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, ഇറാൻ, കെനിയ, മഡഗാസ്കർ, മലേഷ്യ, മാൽദീവ്സ്, മൗറീഷ്യസ്, മൊസാംബിക്, ഒമാൻ, സെയ്ഷലസ്, സിംഗപ്പൂർ, സൊമാലിയ, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, താൻസാനിയ, തായ്ലൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ എന്നിവണ്ട് ഓർത്ത് വെക്കാം. ഇവിടെ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനെ കാണാൻ വേണ്ടി പറ്റില്ല. പാകിസ്ഥാനില്ല, ഇറാൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. പാകിസ്ഥാൻ ഇല്ല എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് മ്യാൻമാറിന്റെ പേര് കാണാൻ വേണ്ടി പറ്റില്ല, മ്യാൻമാറിന്റെ പേരും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഉള്ള രാജ്യങ്ങൾ ഓർത്തു വെക്കുക. ഓസ്ട്രേലിയ ഉണ്ട്, മറ്റു പ്രധാനപ്പെട്ട പേര് ഫ്രാൻസിന്റെ പേരൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അപ്പൊ ഇന്ത്യ ഈ ഒരു IORAയായിട്ട് സഹകരിച്ചു പോകുന്നുണ്ട്. ഇന്ത്യയുടെ സാഗർ എന്ന് പറയുന്ന മിഷനാണ് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്നുള്ളതാണ്. ഇത് IORAയുടെ ഗോൾസുമായിട്ട് മീറ്റപ്പ് ചെയ്യുന്നതാണ്, മാച്ചിങ് ആണ്. അപ്പൊ മാരിടൈം സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, എക്കണോമിക് കോപ്പറേഷൻ ഉറപ്പുവരുത്തുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു IORA മെമ്പർ കൺട്രീസുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, അവരുമായിട്ടുള്ള എക്കണോമിക് അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ടൈപ്സ് ഒക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ ബഡ്ജറ്റും മറ്റുമൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ഫണ്ടിങ് കൊണ്ടുവരുന്നതിനും പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വഴിയൊക്കെ കൂടുതൽ ഫണ്ടിങ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഷിപ്പിംഗ്, ഓയിൽ, ടൂറിസം തുടങ്ങിയിട്ടുള്ള സെക്ടറിലൊക്കെ കൂടുതൽ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നതിനും IORA ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ്. കൂടാതെ ടെക്നോളജീനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഡാറ്റ ഗവേണൻസ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാരിടൈം കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ IORA ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് നേരിടുന്നത്. ബഡ്ജറ്റ് വളരെ കുറവാണ്. മെമ്പർ സ്റ്റേറ്റ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ബഡ്ജറ്റ് പോകുന്നത്. പക്ഷെ അത് വളരെ കുറവായതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പറേഷൻസ് വളരെ ലിമിറ്റഡ് ആയി പോകുന്നു. അപ്പോൾ റിസോഴ്സ് ഇന്റൻസീവ് ആയിട്ടുള്ള ഏരിയാസിൽ, പ്രത്യേകിച്ച് മാരിടൈം സേഫ്റ്റി, ഫിഷറീസ് മാനേജ്മെന്റ്, ബ്ലൂ എക്കണോമി തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് IORAക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസോഴ്സ് ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് തേടുകയായിരിക്കും ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടറിന്റെ എൻഗേജ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, മാരിടൈം ഇൻഡസ്ട്രീസിന്റെ ഒക്കെ സഹകരണം ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി മാത്രമാണ് IORAക്ക് ഉള്ളത്. ഇതിന്റെ സെക്രട്ടേറിയറ്റ് മൗറീഷ്യസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സും സ്റ്റാഫും ഒക്കെയാണ് ഉള്ളതായിട്ടുള്ളത്. കൂടാതെ ഇൻഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പോളിസി ഫോർമുലേഷൻ ഒക്കെ എടുത്ത് ഡാറ്റ മേക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് പ്രോഗ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ ലീഡർഷിപ്പിൽ IORAക്ക് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. റീജിയണൽ കോപ്പറേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൂടുതൽ റിസോഴ്സുകളെ മൊബിലൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് IORA കടക്കും. ഫിനാൻഷ്യൽ ആയിട്ട് സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്താൻ പറ്റും എന്ന് നമുക്ക് കരുതാൻ വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയുമായിട്ടും അക്കാദമിയായിട്ടും ഒക്കെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ മാറ്റങ്ങൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ കൊണ്ടുവരാൻ വേണ്ടി IORAക്ക് സാധിക്കും എന്ന് നമുക്ക് കരുതാവുന്നതാണ് എന്നതാണ്. അടുത്തത് ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് ടൈഗർ റിസർവിൽ നിന്നാണ്. അപ്പോൾ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സോഫ്റ്റ് റിലീസ്, അതായത് പിടിച്ചെടുത്ത ആനകളെ ഭദ്ര സാങ്ച്വറിയിലേക്ക് വിടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ കർണാടകയിലെ ഈ ഒരു പിടിച്ചെടുത്ത ആനകളെ, അതായത്
ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്തില്ല. ഹസൻ എന്നും ചിക്കമംഗ്ലൂരിൽ നിന്നൊക്കെ കൊടക് ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത ആനകളെ, അതിനെ ക്യാപ്ചേർഡ് ആയിട്ടുള്ള എലിഫന്റുകളെ ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് റിലീസ് ചെയ്തു എന്നാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. ഈ ഒരു ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സിൽ കർണാടകത്തിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഭദ്ര റിവർ കടന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഭദ്ര സാങ്ച്വറി എന്ന് വിളിക്കുന്നത്. മുത്തോടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നും ഇതിനെ വിളിക്കാറുണ്ട് എന്നുള്ളത്. ഇതിന് ചുറ്റും മലനിരകളാണ്. മുല്ലൈ നഗരി, ഹെബ്ബഗിരി, ഗംഗഗിരി ആൻഡ് ബാബു ദംഗരി എന്നിവയുള്ള മലനിരകളാണ്. പ്രൊജക്ട് ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടൈഗർ റിസർവ് ആണിത്. ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഫോറസ്റ്റുകളും മോയിസ്റ്റ് മിക്സഡ് ഡെസിഡഡ് ഫോറസ്റ്റും ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റും ഷോള ഫോറസ്റ്റുകളും ഒക്കെ പുൽപ്പേടുകളും ഒക്കെ കാണുന്ന ഒരു പ്രദേശമാണ് ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജഗര ജിയൻ എന്ന് പറയുന്ന 400 വർഷം പഴക്കമുള്ള ഒരു വലിയ തേക്ക് മരം ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുക. വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ഫോണ, ടൈഗേഴ്സ്, ലെപ്പേർഡ്സ്, തോൾസ്, ഗൗസ്, ഡീസ്, എലിഫന്റ് ഒക്കെ ഉണ്ട്. 250ലധികം ബേർഡ് സ്പീഷീസ് ഉണ്ട്. ഹോൺബിൽസ്, മലബാർ ട്രോഗോൺ, ഹിൽ മൈന തുടങ്ങിയിട്ടുള്ള എൻഡമിക് വെസ്റ്റേൺ ഗാർഡിനോട് എൻഡമിക് ആയിട്ടുള്ള പക്ഷികളും ഇവിടെ കാണുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സഹ്യോഗ് പോർട്ടലിനെതിരെ എക്സ്, അതായത് ട്വിറ്റർ ചാലഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സഹ്യോഗ് പോർട്ടൽ സെൻസറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്രീ സ്പീച്ചിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് സെൻട്രൽ ഗവൺമെന്റ് യൂസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റോറിയൽ വായിച്ചു നോക്കാം. അപ്പോൾ ഇത് ഫ്രീ സ്പീച്ചിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ട്, അതിനെ നിയന്ത്രിക്കേണ്ടതായിട്ട്, അതിനെ ഒരിക്കലും അനുവദിക്കരുത് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അപ്പോൾ ഫ്രീ സ്പീച്ചിനെ കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ടത് രാജ്യത്തെ ഡെമോക്രസി ഉറപ്പുവരുത്താൻ വളരെ അത്യാവശ്യമാണെന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ ദിവസമുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.